ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കലാ ആവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. നമുക്കറിയാം, ചിത്രകാരി എന്ന് പറയുന്ന പാഠഭാഗം ഷാഹിന ഇ.കെയുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന് പറയുന്ന കൃതിയിലെ ഒരു ഭാഗമാണ് അല്ലേ. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? ഫിസ. അപ്പോൾ ചിത്രകാരിയായിട്ടുള്ള ഫിസയ്ക്ക് ഒരിക്കലും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഒരു അംഗീകാരം കിട്ടുന്നില്ല അല്ലേ. ഇവിടെ ഫിസയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് തികച്ചും യാഥാസ്ഥിതിക ചിന്തകരാണ് അല്ലേ. അതായത് സ്ത്രീകൾ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വെച്ച് വിളമ്പാനും കുട്ടികളെ പ്രസവിച്ച് വളർത്താനും മാത്രമുള്ള ഒരു ഘടകം എന്ന നിലയിലാണ് സ്ത്രീകളെ ഭർത്താവിൻ്റെ വീട്ടുകാർ നോക്കിക്കാണുന്നത്. അത്തരത്തിലൊരു ആണധികാര വ്യവസ്ഥിതിയുടെ ഉള്ളിലാണ് ആര് ജീവിക്കുന്നത്? നമ്മുടെ കഥാപാത്രമായിട്ടുള്ള ഫിസ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കഴിവും അതുപോലെ തന്നെ കലയും ഒക്കെ ആ ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ എന്ത് ചെയ്യേണ്ടി വരുന്നു? പരിത്യജിക്കേണ്ടി വരികയാണ്. കൂടാതെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരും അവളുടെ ഈ കഴിവിനെ എന്ത് ചെയ്യുകയാണ്? നിസാരവൽക്കരിക്കുകയാണ് അല്ലേ, പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആർക്കാ പറ്റാത്ത? 4-5 വരയും കുറയും എന്നൊക്കെയാണ് ചിത്രത്തെ ആരാക്ഷേപിക്കുന്നത്? സ്വന്തം ഭർത്താവ് തന്നെ ആക്ഷേപിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അടുക്കള മാത്രമാണ് ലോകം. അതുകൊണ്ട് തന്നെ ഫിസയും ആ രീതിയിൽ ഒതുങ്ങിക്കൂടാനാണ് അവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ചിത്രം വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കല ആവിഷ്കരിക്കുന്ന സമയത്ത് അവൾ ഉദ്ദേശിക്കുന്ന ആഹ്ലാദമോ സന്തോഷമോ ഒന്നും ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം: അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ കഥ കൃത്യമായിട്ട് വായിച്ചവർക്കും ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന ആൾക്കാർക്കും ഒക്കെ ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് എഴുതാൻ പറ്റും. കഥയുടെ അവസാന ഭാഗത്ത് പറയുന്ന വരികളാണ് അല്ലേ. ഇവിടെ ഫിസ എന്ന് പറയുന്ന കലാകാരി അല്ലെങ്കിൽ ചിത്രകാരി അല്ലെങ്കിൽ ഒരു ഭാര്യ അനുഗ്രഹീതമായിട്ടുള്ള കഴിവുള്ള ഒരു കുട്ടിയാണ്. അവളുടെ കൈവിരൽ എന്ന് പറയുന്നത് ദൈവം തൊട്ട വിരൽ എന്നാണ് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നത്. അവളുടെ അസാമാന്യമായിട്ടുള്ള സർഗശേഷിയാണ് ദൈവം തൊട്ട കൈവിരൽ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫിസ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുമ്പോഴും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ. ഒരു തരത്തിൽ രണ്ടും വേണം. അതുപോലെ തന്നെ ഫിസയുടെ ഉള്ളിലുള്ള കലയോടുള്ള അതിയായിട്ടുള്ള താല്പര്യം സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു ആഗ്രഹവും അവൾക്കുണ്ട്. പക്ഷെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊരു ചിന്തയുണ്ട്. എന്താണ്? പെണ്ണുങ്ങളായാൽ ഇന്നതേ ചെയ്യാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ളത്. അതിനപ്പുറത്തേക്ക് ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ വളരാൻ ഭർത്താവോ വീട്ടുകാരോ സമ്മതിക്കുന്നില്ല. അപ്പോൾ കഥയുടെ അവസാന ഭാഗത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഒരു കുടുംബ വ്യവസ്ഥിതിയോട് ചേർന്ന് നിന്ന് തനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്ക് ആരെത്തുന്നുണ്ട്? നമ്മുടെ ഫിസ എത്തുന്നുണ്ട് അല്ലേ. ശേഷം അവൾ ചെയ്യുന്നുണ്ട്, നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്താണ്? അവളുടെ ആ തരത്തിലുള്ള യാഥാസ്ഥിതിക ജീവിത അവസ്ഥയിൽ നിന്നും അവൾ കൈ കഴുകി പുറത്തേക്ക് വന്നു. കൈ കഴുകുക എന്ന് വെച്ചാൽ എന്താണ്? അത് മാറ്റി നിർത്തിയിട്ട് തൻ്റെ കലാജീവിതത്തിലേക്ക് വരാൻ അവൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തു വന്നു എന്നതിൻ്റെ സൂചനയാണ് കഥ അന്ത്യം നൽകുന്നത്. മനസ്സിലായോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. വരയ്ക്കാതെ അവളൊക്കെയും മറന്നുപോയിരിക്കും. വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ? ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗ ഭംഗി വിവരിക്കുക. ഇവിടെ വരയ്ക്കാതെ അവളൊക്കെ മറന്നുപോയിരിക്കാം എന്ന് പറയുന്നത് ഫിസയുടെ ഭർത്താവിൻ്റെ ചിന്തയാണ് അല്ലേ. ഇവിടെ വരയ്ക്കാതെ എന്ന് പറയുന്ന വാക്ക് 2 തവണ ആവർത്തിക്കുന്നുണ്ട് അല്ലേ. ഈ 2 തവണ ആവർത്തിക്കുന്നതിലൂടെ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഈ പദങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഇവിടെ വരയ്ക്കാതെ എന്ന് മാത്രം എഴുതിയാൽ അവൾക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. പക്ഷേ വരയ്ക്കാതെ എന്ന് ആവർത്തിച്ചാലോ അവൾക്ക് വരയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും വരയ്ക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വരയ്ക്കാൻ കഴിയാതെ കാലങ്ങൾ കഴിയുന്ന സമയത്ത് ആ വര അവൾ മറന്നു പോകും എന്നും ആര് കരുതുന്നുണ്ട്? വീട്ടുകാർ കരുതുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ മറന്നു പോകുന്ന ഒന്നാണോ കല? അല്ല. ഇത് ഫിസയ്ക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഒരു കഴിവാണ്. അതൊരിക്കലും ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? തടയാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ തന്നെ വരയ്ക്കാതെ എന്ന് പറയുന്ന സമയത്ത് അവൾ വരയ്ക്കാതിരുന്നിട്ട് കുറേ കാലമായി എന്നൊരു സൂചന കൂടിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ
ഈ ഫിസയുടെ ഈ കഴിവിന് ഒരു താളഭംഗം എന്ന് വെച്ചാൽ ഒരു ക്രമമില്ലായ്മ വന്നിട്ട് കുറേ കാലമായി, വളരെ കാലമായി. അത് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, കഥ വായിച്ച് നമുക്കറിയാം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഫിസയുടെ ആഗ്രഹം പോലെ പഠിച്ചോട്ടെ, വരച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് ബിരിയാണി വെക്കാൻ അറിയോ, കലത്തപ്പം ഉണ്ടാക്കാൻ അറിയോ എന്നൊക്കെയാണ് അവരുടെ ചോദ്യം അല്ലേ. ഈ കലയുമായിട്ട് അവളെ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്ത വീട്ടുകാരായിരുന്നു. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്തുണ്ട് അവളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അവളുടെ കലയിൽ താളഭംഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലദൈർഘ്യം, ആ ഒരു നീണ്ട കാലയളവിനെയും ഇവിടെ ഈ വരയ്ക്കാതെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഥാപാത്രം അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ്, അവളുടെ വിഷമം എത്രത്തോളമാണ്, അവളുടെ ആഗ്രഹങ്ങൾ അവളുടെ മനസ്സിൽ എത്രത്തോളമാണ് എന്നൊക്കെയുള്ള സൂചനകളും നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. അടുത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നുള്ളത്. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവളപ്പോൾ പറഞ്ഞു, ഞാൻ പണിയൊക്കെ തീർത്തിട്ടാ ഉമ്മ. കല്യാണം ഉറപ്പിക്കാൻ പോവുകയെന്ന് പറയുമ്പോഴും അവൾ പറയുക വര നിർത്തൂലാന്ന്. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യം നമ്മൾ കഥാപാത്രം നിരൂപണം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്, നമ്മൾ ചെയ്യുന്ന കഥാപാത്രം അല്ലെങ്കിൽ നിരൂപണം ചെയ്യുന്ന കഥാപാത്രത്തിന് ഈ കഥയിലുള്ള സ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, കഥാപാത്രത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും വിശകലനം ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം, കഥാപാത്രത്തിന് മറ്റുള്ളവരോടുള്ള മനോഭാവം എന്താണ് എന്ന് അവതരിപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ കഥാപാത്രത്തിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് എന്താണെന്ന് വ്യക്തമായിരിക്കണം. കഥാപാത്രത്തിൻ്റെ നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കിയിരിക്കണം. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അതായത് നമ്മളൊരു കഥാപാത്ര നിരൂപണം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമുക്കറിയാം ഇതിലെ കഥാപാത്രം ഫിസയാണ്. അപ്പോൾ ഈ കഥയൊന്ന് ആദ്യം ചെറുതായിട്ടൊന്ന് ചുരുക്കി അവതരിപ്പിക്കുക, എന്നിട്ട് ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ്. അപ്പോൾ ഫിസയെക്കുറിച്ച് കൂടുതൽ അവതരിപ്പിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് അവിടെ ഉൾപ്പെടേണ്ടത്. കഥാപാത്രത്തിൻ്റെ സ്ഥാനം എന്താണ്, അവളുടെ വാക്കുകളും പ്രവൃത്തികളും വിശകലനം ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരോട് അവൾ എങ്ങനെയാണ് പെരുമാറുന്നത്, കുടുംബത്തെ എങ്ങനെയാണ് കാണുന്നത്, അവളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ എന്താണ്, അവളുടെ നിലപാടുകൾ എന്താണ്, എങ്ങനെയൊക്കെ വ്യക്തമാക്കിയിരിക്കണം. അങ്ങനെ കഥാപാത്രം നിരൂപണം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോയിന്റുകളാണ് നമുക്ക് കിട്ടുക? ആദ്യത്തെ പോയിന്റ്, ഫിസ എന്ന് പറയുന്നത് ഒരു ചിത്രകാരിയാണ് അല്ലേ. അതുപോലെ തന്നെ തൻ്റെ കഴിവ് വേറൊന്നിനു വേണ്ടിയും അവൾ എന്ത് ചെയ്യുന്നില്ല, ത്യജിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് കല്യാണം ആലോചിക്കുന്ന സമയത്ത് അവൾ എന്താണ് പറയുന്നത്, എനിക്ക് വരയ്ക്കണം, ഞാൻ വര നിർത്തൂല എന്ന് പറയുന്നുണ്ട്. അത് തൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, അവൾ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കഴിവും കൂടി അവൾക്ക് ഉണ്ട്, ആ ധൈര്യം കൂടി അവൾക്കുണ്ട്. പിന്നെ പല സന്ദർഭങ്ങളിലും കല്യാണം കഴിഞ്ഞ സമയത്ത് ഭർത്താവ് ഓരോന്ന് പറയുന്ന സമയത്ത് അവൾ പലപ്പോഴും മൗനം പാലിക്കാറാണ് പതിവ്. ഇവിടെ അവൾക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എന്താണ്, നിശബ്ദതയിലൂടെ പ്രതിരോധം തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഉള്ളിലുള്ള ലോകത്തെ അല്ലെങ്കിൽ ആന്തരിക ലോകത്തെ അവളുടെ വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും അവൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവളുടെ ഓരോ വരയും എന്ന് പറയുന്നത് എന്താണ്, അവളുടെ മാനസിക അവസ്ഥകൾ തന്നെയാണ്. അതുപോലെ തന്നെ അനുഗ്രഹീത കലാകാരി എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് മാധവൻ സാറും പറയുന്നുണ്ട്. ഇതൊക്കെ അവൾക്കുള്ള അംഗീകാരങ്ങളായിരുന്നു. പിന്നെ ഫിസ അവളുടെ ഉൾപ്രകൃതിയുമായി ബന്ധപ്പെട്ട് അവൾ സ്വയം വിളിക്കുന്ന പേരെന്താണ്, ഫിസ അല്ലെങ്കിൽ മൂടൽ മഞ്ഞ് എന്നാണ് അല്ലേ. അത് അവളുടെ ആന്തരിക ഭാവത്തെയും സൗന്ദര്യബോധത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി, ഇത്തരത്തിലുള്ള പോയിന്റ്സൊക്കെ ഉൾപ്പെടുത്തി വേണം ഫിസ എന്ന് പറയുന്ന കഥാപാത്രത്തെ എന്ത് ചെയ്യാൻ, നിരൂപണം ചെയ്യാൻ. അടുത്ത ചോദ്യം, ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക. അപ്പോൾ 3 ചിത്രങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ഒരു ബ്രഷും കൈവിരലും, അതുപോലെ തന്നെ ഒരു ക്യാൻവാസിൽ വീട് വരയ്ക്കുന്ന ഒരു പെൺകുട്ടി, പിന്നെ ഒന്നൊരു ഹൃദയവും കുറേ പൂമ്പാറ്റകളും ഒരു പെൺകുട്ടിയും കുറേ വർണ്ണങ്ങളും ചായങ്ങളൊക്കെ ഒഴുകുന്നുണ്ട്. അങ്ങനെ കുറേ വർണ്ണാഭമായിട്ടുള്ള ഒരു ചിത്രം അല്ലേ. അങ്ങനെ 3 ചിത്രങ്ങൾ പാഠഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആശയം എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ കൈവിരലുകളിൽ നീളുന്ന ഒരു ബ്രഷാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫിസ എന്ന് പറയുന്ന കഥാനായികയുടെ കലയിലുള്ള കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം ക്യാൻവാസിൽ വീട് വരയ്ക്കുന്ന സ്ത്രീയും വീട്ടിൽ നിറയുന്ന വർണ്ണങ്ങളും എന്താണ്, ഫിസ എന്ന് പറയുന്ന ചിത്രകാരിയുടെ സർഗാത്മകതയെയും മാനസിക ഭാവത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ഹൃദയത്തിൻ്റെ ചിത്രം, അതിൽ കുറേ പൂമ്പാറ്റകളും ഒക്കെയുള്ള വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു ചിത്രം അല്ലേ. ഇതെന്ന് പറയുന്നത് കഥാനായികയുടെ ഹൃദയത്തിൽ നിറയുന്ന വർണ്ണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സുന്ദര ലോകത്തെ
സൂചിപ്പിക്കുന്നു. പക്ഷെ അത് പൂർണ്ണതയുണ്ടോ? ഇല്ല, മുറിഞ്ഞു പോകുന്നതിൻ്റെ അടയാളമാണ് അവിടെ കാണുന്നത്. അതുപോലെ തന്നെ കുറേ മുറിവുകളൊക്കെ ഉണ്ട്, ഇല്ല, ഹൃദയത്തിൽ നിന്നും രക്തമൊക്കെ ഇങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ മുറിവുകളും അതിജീവിച്ച് ഒരു പൂമ്പാറ്റയെ പോലെ പറന്നുയരുന്ന കലാഹൃദയത്തിൻ്റെ ആവിഷ്കാരം കൂടി മൂന്നാമത്തെ ചിത്രം പ്രതിനിധീകരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. അടുപ്പത്തെ പണി ഒരു കടലാഫിസേ, അതങ്ങോട്ട് തീർന്നു എന്ന് പറയാൻ പറ്റിയ എങ്ങനെയാ? എൻ്റെ പെയിൻ്റടി പോലല്ല അത്. എന്നല്ല, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല. ചിത്രകാരിയിലെ ഒരു ഭാഗമാണ്. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകലായിരുന്നത്രേ. എന്താ, ശരിയല്ലേ? എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയിലെ ഒരു ഭാഗമാണ്. ഈ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥ +1 മലയാളം പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കഥയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആ കഥ എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ചേട്ടന്മാരുടെയോ ചേച്ചിമാരുടെയും പുസ്തകം എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ യൂട്യൂബുകളിൽ ക്ലാസ് ഉണ്ടാവും, അത് കേൾക്കുക. ക്ലാസിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ കഥ കേട്ടതിന് ശേഷം ഈ 2 പാഠഭാഗങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെയും മുൻപത്തെ കാലത്തെയും സ്ത്രീകൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്, അവർ അനുഭവിക്കുന്ന മാനസിക അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവരെ സമൂഹം നോക്കിക്കാണുന്ന എങ്ങനെയാണ്, സമൂഹം മാത്രമല്ല ഒരു കുടുംബത്തിനകത്ത് സ്ത്രീകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെയുള്ള 2 വ്യത്യസ്ത ചിന്തകൾ ഈ 2 പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകും. പക്ഷെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് മുന്നോട്ട് വരുവാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരം സമൂഹം തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു നാണയത്തിന് 2 വശം എന്ന പോലെ തന്നെ വേറൊരു വശത്ത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അവർ അവകാശങ്ങളൊന്നും നേടാൻ പറ്റാതെ അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനോഹരമായിട്ട് ചർച്ചയിൽ അവതരിപ്പിക്കുക. ചർച്ചയിൽ അവതരിപ്പിക്കുക മാത്രമല്ല, ഇത് നമുക്കൊരു കൺതുറക്കൽ കൂടിയാണ്, അല്ലേ? വെറുതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതുകൊണ്ട് കാര്യമില്ല. സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ ആര് തന്നെ ശ്രമിക്കണം? നമ്മൾ തന്നെ ശ്രമിക്കണം, അല്ലേ? അപ്പോൾ ആ ഒരു മാറ്റത്തിന് ഈ ഒരു ചർച്ച തുടക്കമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.